ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ നായകരിൽ ഒരാളായ എം.എസ്. ധോണിയുമായി പലതവണ താരതമ്യം ചെയ്യപ്പെട്ടിട്ടുള്ള താരമാണ് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ. അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ശൈലിയും കളിക്കളത്തിൽ എല്ലായ്പ്പോഴും വളരെ കൂളായി നിൽക്കാനുള്ള കഴിവുമാണ് ഇതിന് കാരണം. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെ നയിക്കവേ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഞ്ജുവിൻ്റെ ഈ കൂൾ ശൈലി കയ്യടിയും നേടിയിട്ടുണ്ട്. എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ധോണിയേക്കാൾ ഒരു പടി മുകളിലാണ് സഞ്ജുവെന്നായിരുന്നു റോയൽസിൻ്റെ ഫിറ്റ്നസ് കോച്ചായ രാജാമണി പ്രഭു ഒരിക്കൽ ചൂണ്ടിക്കാണിച്ചത്. ഇതിൻ്റെ കാരണത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചിരുന്നു. വൺ ഇന്ത്യ മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് സഞ്ജുവിനെ രാജാമണി വാനോളം പ്രശംസിച്ചത്. എം.എസ്. ധോണിയുമായി സഞ്ജു സാംസണിനെ പലരും താരതമ്യം ചെയ്യുന്നത് താൻ കണ്ടിട്ടുണ്ടെന്ന് രാജാമണി പ്രഭു പറയുന്നു. സഞ്ജു സാംസണിൻ്റെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളെന്ന നിലയിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയും. എല്ലാ കാര്യത്തിലും എം.എസ്. ധോണിയേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലാണ് അദ്ദേഹം. റോയൽസിലെ എല്ലാവരെയും ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള സഞ്ജുവിൻ്റെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. ധോണി ഒരുപാട് വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ക്യാപ്റ്റനാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ലോകകപ്പ് ഉൾപ്പെടെ നിരവധി ICC ട്രോഫികൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. കൂടാതെ 5 തവണ IPL കിരീടവും നേടിയ ക്യാപ്റ്റനാണ് ധോണി. ഈ തരത്തിലുള്ള ഒരു ഇതിഹാസ ക്രിക്കറ്റർ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ടീമിലെ എല്ലാവരും അനുസരിക്കുകയും വേദവാക്യമായി എടുക്കുകയും ചെയ്യും. പക്ഷെ സഞ്ജുവിന് ധോണിയെപ്പോലെ വലിയൊരു താരപ്രഭയില്ല. റോയൽസ് ടീമിനെ എടുത്താൽ 11 പേരും ക്യാപ്റ്റന്മാരെ പോലെ ഐഡിയകളുള്ളവരാണ്. ജോസ് ബട്ട്ലർ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അശ്വിൻ ക്രിക്കറ്റിനെക്കുറിച്ച് വളരെയധികം അറിവുള്ളയാളാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടീമിനെ നയിക്കാൻ സാധിക്കുന്നവരാണ് റോയൽസിലെ ഭൂരിഭാഗം കളിക്കാരും. ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നെത്തിയ റോയൽസിലെ ഇന്ത്യൻ താരങ്ങളിൽ പലരും നേതൃശേഷിയുള്ളവരാണ്. എന്നിട്ടും ഇവരെല്ലാം ടീം ക്യാപ്റ്റനായ സഞ്ജുവിനെ പൂർണ്ണമായി വിശ്വസിക്കുകയും നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നു. കാരണം സഞ്ജു ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ശരിയായിരിക്കുമെന്ന് അവർക്കറിയാം. സഞ്ജു ചിന്തിക്കുന്ന രീതിയും കളിക്കാരെ പിന്തുണയ്ക്കുന്നതുമെല്ലാം എല്ലായ്പ്പോഴും വ്യത്യസ്തമാണ്. അതുകൊണ്ടുതന്നെ ജോസ് ബട്ട്ലർ മുതൽ ധ്രുവ് ജുറേൽ വരെ ടീമിലെ എല്ലാവരും സഞ്ജുവിനെ അനുസരിക്കുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ വില നൽകുകയും ചെയ്യുന്നതായും രാജാമണി പ്രഭു വിശദീകരിക്കുന്നു. വിജയമായാലും തോൽവിയായാലും അതിനെ ഒരേ രീതിയിൽ ഉൾക്കൊള്ളാൻ സഞ്ജു സാംസണിനുള്ള കഴിവ് അപാരമാണെന്നാണ് രാജാമണിയുടെ അഭിപ്രായം. ടീം ജയിച്ചാലും തോറ്റാലും സഞ്ജു എല്ലായ്പ്പോഴും ഒരുപോലെ തന്നെയായിരിക്കും. എം.എസ്. ധോണി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചില സമയങ്ങളിൽ അദ്ദേഹത്തെ കുപിതനായി ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ റോയൽസ് ടീമിനൊപ്പം ചേർന്നതിന് ശേഷം ഇതുവരെ ഞാൻ സഞ്ജുവിനെ ക്ഷുഭിതനായി കണ്ടിട്ടില്ല. കളിക്കളത്തിൽ മാത്രമല്ല, ഡ്രസ്സിംഗ് റൂമിലും അദ്ദേഹം ഇതുവരെ ചൂടായിട്ടില്ലെന്നും രാജാമണി വെളിപ്പെടുത്തി. അതേസമയം വീണ്ടും ഒരു സീസണിൽ കൂടി റോയൽസിനെ നയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സഞ്ജു. 2022-ൽ അദ്ദേഹത്തിന് കീഴിൽ റോയൽസ് റണ്ണറപ്പ് ആവുകയും ചെയ്തു. അവസാന സീസണിൽ റോയൽസ് പ്ലേ ഓഫിൽ തോറ്റു പുറത്താവുകയായിരുന്നു. വരാനിരിക്കുന്ന സീസണിൽ റോയൽസിൻ്റെ പുതിയ കോച്ചായി രാഹുൽ ദ്രാവിഡ് വന്നതോടെ റോയൽസ് ടീമും സഞ്ജുവുമെല്ലാം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്.